30 വർഷത്തിന് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ UDF കൂട്ടായി ഒന്നിച്ചു നിന്ന് എന്നതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ നഗരസഭ 30 കൊല്ലമല്ല 40 കൊല്ലത്തിലധികം, പഞ്ചായത്തായിരുന്നപ്പോഴും 10 കൊല്ലത്തിലധികം CPM ആണ് ഭരിച്ചിരുന്നത്. നഗരസഭ 95 ഉയർത്തി 30 കൊല്ലം തുടർച്ചയായിട്ട് CPM ഭരിക്കുകയാണ്. ഈ 40 കൊല്ലത്തെ CPM-ന്റെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. അതിന്റെ റിസൾട്ടാണ് UDF 20 സീറ്റ് നേടിക്കൊണ്ട് ഭരണത്തിൽ അധികാരത്തിൽ കയറുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ ഇലക്ഷന് മുമ്പ് തന്നെ ഇത് പറഞ്ഞിരുന്നു. കാരണം CPM-ന്റെ സാധാരണ പ്രവർത്തകരെ അവര് വിലക്കെടുക്കാതെ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ, ബിസിനസ് മാഫിയാണ് CPM-ന്റെ നേതൃത്വം എന്നുള്ളത് തെളിയിപ്പിച്ചു കഴിഞ്ഞു. CPM-ന്റെ സാധാരണ പ്രവർത്തകർ തന്നെയാണ് UDF-ന്റെ ഏകദേശം 7ഓളം CPM-ന്റെ കുത്തക സീറ്റുകൾ, 300 വോട്ടും 400 വോട്ടും ഒക്കെ ജയിക്കുന്ന CPM-ന്റെ കുത്തക സീറ്റുകളാണ് UDF-ന്റെ സ്ഥാനാർത്ഥികൾ വലിയ വിജയക്കുറി പാറിച്ചിട്ടുണ്ട്. അത് CPM-ന്റെ 30 കൊല്ലത്തെ ഭരണത്തിന്റെ വൈകല്യം ആണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ ഭാഗമായി CPM-ന്റെ പ്രവർത്തകർ വോട്ട് ചെയ്തതിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് ഇവിടെ വോട്ടില്ല എന്നുള്ളത് അത് ജനങ്ങൾക്ക് ബോധ്യമാണ്. 40 കൊല്ലം ഞങ്ങൾ പുറത്തു നിന്നത് ഞങ്ങൾക്ക് ഇവിടെ വോട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ 40 കൊല്ലത്തെ CPM-ന്റെ നെറികെട്ട ഭരണം, അഴിമതി ഭരണം, അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഏതായാലും ജനങ്ങൾ നൽകിയ ഈ വിജയം അത് ജനങ്ങൾക്ക് നൽകുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ജനങ്ങളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായ ഒരു കൂട്ടായ്മയിൽ പെരിന്തൽമണ്ണയുടെ വികസനത്തിനും പെരിന്തൽമണ്ണയുടെ നന്മക്കുമുള്ള ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇവിടെ ഈ UDF-ന് നൽകിയ വിജയം അത് ഈ പെരിന്തൽമണ്ണ നഗരസഭയിലെ എല്ലാം മറന്നുകൊണ്ട് ഒരു ഭരണമാറ്റത്തിനുള്ള വോട്ടാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസൃതമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം.